നമസ്കാരം, ന്യൂസിലേക്ക് സ്വാഗതം. ലോകമെമ്പാടും ഫുട്ബോൾ മാമാങ്കത്തിന്റെ ആവേശത്തിൽ അലയടിക്കുമ്പോൾ കേരളത്തിൽ തുടർച്ചയായി ഉണ്ടാവുന്ന പവർ കട്ടുകൾക്കെതിരെ പ്രതിഷേധവുമായി AIYF കുളത്തൂപ്പുഴ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുളത്തൂപ്പുഴ KCB ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. പവർ കട്ട് കാരണം ഫുട്ബോൾ മത്സരങ്ങൾ ഒന്നും തന്നെ കാണാൻ സാധിക്കുന്നില്ല എന്നതിൽ പ്രതിഷേധം അറിയിച്ചുകൊണ്ട് KCB ഓഫീസിന്റെ മുറ്റത്ത് ഫുട്ബോൾ കളിച്ചുകൊണ്ടായിരുന്നു പ്രതിഷേധം ആരംഭിച്ചത്. AISF മണ്ഡലം പ്രസിഡന്റ് ആദർശ് അധ്യക്ഷത വഹിക്കുകയും AIYF ജില്ലാ കമ്മിറ്റി അംഗം ആരോമൽ സ്വാഗതവും പറഞ്ഞു. AIYF ജില്ലാ സെക്രട്ടറി TS നിതീഷ് ഉദ്ഘാടനം നിർവഹിച്ചു. നേതാക്കളായ അജിമോൻ, അഖിലേസ് ബി, വിഷ്ണു, തുഷാര തുടങ്ങിയവർ അഭിവാദ്യങ്ങൾ അർപ്പിച്ച് സംസാരിച്ചു. പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ലോകം മുഴുവൻ കാൽപന്ത് കളിയുടെ ലഹരിയിലാണ്ടിരിക്കുന്നൊരു സമയമാണ്. അതിൻ്റെ ഏറ്റവും അവസാന ഘട്ടത്തിലേക്ക് അടുക്കുകയാണ്. ഇപ്പോൾ വന്നിരിക്കുന്ന സഖാക്കളും ഇവിടെ നിൽക്കുന്നവരുമെല്ലാം വെളുപ്പാങ്കാലത്തൊക്കെ അലാറം മൊബൈലിൽ സെറ്റ് ചെയ്ത് എഴുന്നേറ്റ് ബ്രസീലിൻ്റെയും പോർച്ചുഗലിൻ്റെയും അർജൻറ്റീനയുടെയും ഫ്രാൻസിൻ്റെയൊക്കെ കളി കാണാനിരിക്കുന്ന ആളുകളാണ്. വലിയ ആവേശമാണ് ചെറുപ്പക്കാരെയും ബഹുജനങ്ങളെയൊക്കെ സംബന്ധിച്ച്. ഫുട്ബോൾ ലോകകപ്പ് എന്നുള്ളത് നമ്മുടെ എല്ലാം ഒരു വലിയ ആവേശകരമായ കാര്യമാണ്. അപ്പോൾ ആ കളി കാണുക എന്നുള്ളത്, അത് ലൈവായി കാണുക എന്നുള്ളത് എല്ലാവരെയും സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട, കായിക പ്രേമികളെ സംബന്ധിച്ച് ഫുട്ബോൾ കളി ലൈവായി കാണുക എന്നതിൻ്റെ ആവേശം വളരെ വലുതാണ്. അപ്പോൾ ഈ 4:30 മണിക്ക് ഇപ്പോൾ പുറത്താണ്, പശ്ചിമേഷ്യയിലാണ് ഈ കളി നടക്കുന്നത് എന്നുള്ളത് കൊണ്ട് നമ്മുടെ സമയവുമായി വലിയ അന്തരമുണ്ട്. അപ്പോൾ ചിലപ്പോൾ രാത്രി 12:30 മണിക്ക്, വെളുപ്പിന് 4:30 മണിക്കൊക്കെയാണ് കളി നടക്കുന്നത്. അപ്പോൾ ഈ കളി കാണാൻ വേണ്ടി നമ്മളെല്ലാവരും, നമ്മുടെ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ, പ്രായമായ ആളുകൾ, സ്ത്രീകളടക്കം ഉള്ള ആളുകൾക്ക് വലിയ ആവേശമാണ് ഫുട്ബോൾ കളി കാണുക എന്നുള്ളത്. അപ്പോൾ ഇത് കാണാൻ വേണ്ടി അലാറമൊക്കെ സെറ്റ് ചെയ്ത് എഴുന്നേറ്റ് TV-യുടെ മുമ്പിൽ ഇരിക്കുമ്പോഴാണ് കറണ്ട് പോകുന്നത്. അപ്പോൾ KCB ഓഫീസിൻ്റെ മുമ്പിൽ നമ്മൾ പ്രതിഷേധം നടത്തുമ്പോൾ ഇവിടെ പ്രിയപ്പെട്ട KCB-യുടെ ഉദ്യോഗസ്ഥരുണ്ട്, ഞങ്ങളുടെ സുഹൃത്തുക്കളുണ്ട് KCB-യിൽ. എൻ്റെ സുഹൃത്തുക്കൾ KCB-യിൽ ജോലി ചെയ്യുന്ന ധാരാളം ആളുകളുണ്ട്. അവർക്ക് ഫുട്ബോൾ മത്സരം കാണാൻ പറ്റുന്നില്ല. അവർ പറയുന്നത് ഞങ്ങളും ഇതാകെ കുഴഞ്ഞ് നിൽക്കുവാണ്. കാരണം ഞങ്ങൾ രാവിലെ ജോലിക്ക് പോകുന്നതിന് മുമ്പ് ഈ കളിയൊന്ന് കണ്ടിട്ട് പോകാമെന്ന് വെച്ചാൽ കറണ്ടില്ല. അപ്പോൾ KCB ഉദ്യോഗസ്ഥരോട് നമ്മൾ ചോദിക്കുമ്പോൾ അവർ പറയുന്നത് ഇവിടത്തെയൊന്നും പ്രശ്നമല്ല, ഇത് മൊത്തത്തിൽ ഉണ്ടാകുന്ന പവർ കട്ടാണ്. കഴിഞ്ഞ 10 വർഷക്കാലം ഇവിടെ ആരോമൽ സൂചിപ്പിച്ചതുപോലെ നമുക്കറിയാം, 10 വർഷക്കാലം കേരളത്തിൽ പവർ കട്ട് എന്ന വാക്ക് കഴിഞ്ഞ 10 വർഷക്കാലത്തിനിടയ്ക്ക് ജനിച്ച, അല്ലെങ്കിൽ അതിന് തൊട്ടു മുമ്പ് ജനിച്ച കുട്ടികളുടെയൊക്കെ മനസ്സിൽ പവർ കട്ട് എന്ന് നമ്മൾ പറഞ്ഞാൽ അവർക്ക് അത്ഭുതമാണ്. അങ്ങനെ ഒരു വാക്ക് അവർ കേട്ടിട്ടില്ല. കഴിഞ്ഞ 10 വർഷക്കാലവും LDF ഗവൺമെൻറ് കേരളത്തിൽ ഭരിച്ചപ്പോൾ പവർ കട്ടില്ലാത്ത 10 വർഷങ്ങൾ എന്ന വാഗ്ദാനം മാത്രമല്ല, അങ്ങനെ ഒരു യാഥാർത്ഥ്യം ഈ കേരളത്തിൽ സംഭവിച്ചിരുന്നു. പവർ കട്ടില്ലാതെ, കറണ്ട് കട്ടിൻ്റെ പ്രശ്നങ്ങളില്ലാതെ വ്യാപാരി വ്യവസായികളായിട്ടുള്ള സുഹൃത്തുക്കളോട് ചോദിച്ചാൽ അറിയാം, വളരെ സുഗമമായി അവരുടെ കച്ചവടം അടക്കം നടക്കുന്ന തരത്തിൽ ആ പവർ കട്ടില്ലാത്ത കേരളമായി നമ്മുടെ നാട്ടിനെ മാറ്റിയെടുത്തൊരു ഗവൺമെൻറ്റായിരുന്നു LDF ഗവൺമെൻറ്. നേതൃത്വത്തിൽ 2016 അധികാരത്തിൽ വന്ന സർക്കാർ ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയത്തിന് പരിഹാരം കാണുക എന്നുള്ള നിലയിലാണ് അന്ന് നിലനിന്നിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. അത് വൈദ്യുതിയുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നല്ല കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിൽ, ഒരുപാട് ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ ആ വിഷയം പരിഹരിക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആദ്യഘട്ടത്തിൽ നടപ്പിലാക്കിയ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നമ്മുടെ കേരളത്തിലെ വൈദ്യുതിയുമായി ബന്ധപ്പെട്ട് പവർ കട്ട് ഇല്ലാത്ത കേരളമാക്കി മാറ്റുന്നതിന് വേണ്ടിയുള്ള തീരുമാനം കൈക്കൊണ്ടത്. കഴിഞ്ഞ 10 വർഷക്കാലം ഇവിടെ നിതീഷ് സംസാരിച്ചപ്പോൾ ഞാൻ ശ്രദ്ധിച്ചത് കായിക പ്രേമികളുമായി ബന്ധപ്പെട്ട വിഷയത്തെ സംബന്ധിച്ചാണ്. നമ്മുടെ കുളത്തൂപ്പുഴയിലടക്കം മുന്നൊരിക്കലും കാണാത്ത നിലയിൽ എല്ലാ ചെറുപ്പക്കാരും വളരെ ആവേശത്തിലാണ്. ലോകമെമ്പാടും ഫുട്ബോളിൻ്റെ വല്ലാത്തൊരു ലഹരിയിൽ നിൽക്കുന്ന കാലമാണ്. ആ കാലത്താണ് ഇപ്പോൾ പവർ കട്ട് കേരളത്തിൽ ഏർപ്പെടുത്തിക്കൊണ്ട് ഈ സർക്കാർ മുന്നോട്ട് പോകുന്നത്. നിതീഷ് സർക്കാരുമായി ബന്ധപ്പെട്ട ബാക്കി വിഷയങ്ങളെ സംബന്ധിച്ചെല്ലാം ഇവിടെ പറഞ്ഞു. എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ ശ്രീ സഞ്ജു സാംസൺ നമ്മുടെ കേരളത്തിൻ്റെ അഭിമാനകരമായ ക്രിക്കറ്റ് മേഖലയിൽ വളർന്നു വന്ന് കേരളത്തിൻ്റെ തന്നെ ഐതിഹാസികമായ ഒരു മാറ്റത്തിന് കായിക രംഗത്ത് വളർന്നു വരുന്ന ഒരു ചെറുപ്പക്കാരനാണ് സഞ്ജു സാംസൺ. ആ സഞ്ജു സാംസന്റെ കരിയറിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കളികളെല്ലാം കളിച്ചത് ഈ കഴിഞ്ഞ 10 വർഷക്കാലത്തിനുള്ളിലാണ്. ഈ സാഹചര്യം ഏതാണ്ട് ഇപ്പോഴത്തെ നിലനിൽക്കുന്ന ഈ പവർ കട്ട് ആ നിലയിൽ നേരത്തെ ഉണ്ടായിരുന്നുവെങ്കിൽ
ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പവർ കട്ടോ ലോഡ് ഷെഡിങ്ങോ ആ കാലത്തെല്ലാം ഈ നാട്ടിൽ ഉണ്ടാക്കിയിരുന്നുവെങ്കിൽ സഞ്ജു സാംസണിൻ്റെ കളിയൊന്നും നമുക്ക് ആ നിലയിൽ കണ്ട് ആസ്വദിക്കുന്നതിന് വേണ്ടി, സഞ്ജു സാംസണിനെ മനസ്സിലാക്കുന്നതിന് വേണ്ടി നമുക്ക് കഴിയില്ലായിരുന്നു. പക്ഷേ ആ 10 വർഷക്കാലം കേരളത്തിൻ്റെ സുവർണ്ണ 10 വർഷക്കാലമായി നമുക്ക് ഓർത്തെടുക്കാൻ കഴിയും. ന്യൂസിന് വേണ്ടി റിപ്പോർട്ടർ ശരത്ത് കുളത്തൂപ്പുഴ.